സഹായിക്കും. ഇവരെ കൂടെ നിങ്ങളൊന്ന് ഏറ്റെടുക്കും. ഇടനെഞ്ച് പൊട്ടണം. ആളുകൾ കാണുന്ന ആളുകൾ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം. ഏത് സമയത്തും ക്രോണിക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഇതേ അവസ്ഥ കണ്ട പ്രിയപ്പെട്ടവരെ. പേടിയാവാണ് അടുത്തിരിക്കുമ്പോ തന്നെ. ചേച്ചിക്ക് ഇവിടെ താമസിക്കാൻ പറ്റൊരവസ്ഥയില്ല. ഒരു രോഗബാധിതയൊക്കെ ആയിട്ടുള്ളൊരു അവസ്ഥയല്ല ഇവിടെ ഈ ചേച്ചി താമസിക്കുന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടതൊരു വീടാണ്. ഞാൻ ഈ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വല്ലാതെ വേദനിച്ചു. ഈ പ്രിയപ്പെട്ട അമ്മ എത്ര സങ്കടം അനുഭവിച്ചിട്ടുണ്ടോ. ഞാൻ കുറച്ചു നേരത്തേക്ക് ഈ വേദന ഞാൻ അനുഭവിച്ചെങ്കിൽ ഈ പ്രിയപ്പെട്ട അമ്മ കഴിഞ്ഞ 25 വർഷമായി ഇത് അനുഭവിക്കുക. വേദനയും അടിയും പിടിയും നുള്ളലെല്ലാം അനുഭവിക്കുന്ന ഈ അമ്മയുടെ സങ്കടം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ. അടിക്കൂലേ? എപ്പോഴും അടിക്കോ? പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയാൽ, ഇതിപ്പോ പായ ഉണ്ടായതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ കിടന്നു പോയാൽ തല അടിച്ച് നെറ്റി അടിച്ച് ആ ഭാഗത്ത് നെറ്റി അടിച്ച് നെറ്റി മുറിയുന്ന ഒരവസ്ഥ, ചുണ്ട് പൊട്ടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഹൃദയം പൊട്ടുന്ന ഒരു വേദനയാണ്. ഈ 4 ചുമരുകൾക്കുള്ളിൽ ഞാൻ ഇവിടെ വന്ന് കണ്ട കാഴ്ച എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനേ സാധിക്കുള്ളൂ. കോഴിക്കോട് ജില്ലയിലെ ചാലപ്പുറം മാധവൻ നായർ റോഡിലുള്ള ഈ പ്രിയപ്പെട്ട കസ്തൂർബായി ചേച്ചിയുടെ ഈ വീട്ടിൽ ഞാൻ വന്ന സമയത്ത് മരുന്ന് കൊടുക്കാൻ വന്നതായിരുന്നു. ഇവിടെ വന്ന സമയത്താണ് ഈ സങ്കടമുള്ള ദുരിതമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ കണ്ടത്. ഇങ്ങനെയുമുണ്ടോ നമുക്കിടയിൽ മനുഷ്യ ജീവിതങ്ങൾ? ഇങ്ങനെയുമുണ്ടോ? ഇങ്ങനെ വൃത്തിയില്ലാത്തൊരു വീട്ടിൽ കിടന്ന അസുഖം ഇങ്ങനെ കൂട്ടുക എന്നല്ലാണ്ട് ഇവർക്ക് വേറെ ഒന്നുമില്ല. മരുന്ന് വാങ്ങാൻ പോലും ഈ അമ്മേന്റെ കയ്യിൽ പൈസ ഇല്ല. ഞങ്ങളോടൊക്കെ വന്ന് സഹായം ചോദിക്കാറുണ്ട്. പറ്റുന്നതൊക്കെ ഞങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവർക്ക് വേണ്ടതൊരു വീടാണിപ്പോ. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ ഉണ്ടായിട്ടും 25 വർഷമായി പ്രയാസപ്പെടുന്ന ദുരിതപൂർണമായ ജീവിതം അനുഭവിക്കുന്ന ഒരു അമ്മയുടെയും മകളുടെയും സങ്കടം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ കട്ടിലിന്റെ ചുറ്റുമുള്ള ഈ കെട്ടുകൾ ഉണ്ടെങ്കിൽ സാരി കൊണ്ട് തുണി കൊണ്ട് മറച്ചിട്ടുള്ള ഈ കെട്ടുകൾ, ഞാൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വല്ല മോൾക്ക് ടോയ്സ് കൊണ്ടോ എന്തെങ്കിലും കളിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ഈ കെട്ടുകൾ എന്തിനാണെന്ന് അറിയപ്പെടുന്നവരെ, ഈ മോൾക്ക് അപസ്മാരം വരുമ്പോ വയലന്റ് ആകുന്ന സമയത്ത് തല കൊണ്ടുപോയി നമ്മളെ ഈ ഒരു ലെവലിലേക്ക് അടിക്കും. ഈ അടിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട മോൾക്ക് പരിക്ക് പറ്റാതിരിക്കാൻ, വേദന ഇല്ലാതിരിക്കാനാണ് ഈ ചുറ്റുപാടുമുള്ള ഈ കെട്ടുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം വൈകാരികമായിട്ടാണ് ഈ ഒരു സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കാരണം അങ്ങനെ ആയിപ്പോയി. ഇവിടെ വന്നപ്പോ ഞാൻ വേറെ ഇവർക്ക് മരുന്നിന് വേണ്ടിയുള്ള സഹായത്തിന് പോയതാണ്. നിങ്ങൾ കണ്ടത് ഈ ഒരു മുറിവ് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി എന്നെ വിരല് വെച്ച് ഇവിടെ ഇങ്ങനെ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, വയലൻസ് വന്ന് ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് ബോധമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പ്രിയപ്പെട്ട അമ്മ 25 കൊല്ലം ഇതെങ്ങനെ സഹിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഫണ്ട് വരാതിരിക്കാൻ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട് പല കുടുംബങ്ങൾക്കും ചിലപ്പോൾ ഫണ്ട് വരാതിരിക്കും. എന്റെ പ്രിയപ്പെട്ട ആളുകൾ അക്കൗണ്ട് നമ്പറിലേക്ക് കസ്തൂർബായിയുടെ അമ്മയുടെ പേരിലെ അക്കൗണ്ടാണ്. അതേപോലെ തന്നെയാണ് ഗൂഗിൾ പേയിലേക്കാണ് എല്ലാവരും പൈസ ഇടാൻ നോക്കുക. പക്ഷെ പലർക്കും ഇടാൻ കഴിയാറില്ല. തടസ്സങ്ങൾ വരും. ട്രാൻസാക്ഷനിലെ പുതിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരമാവധി അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഇതൊരു മതേതരത്വ സന്ദേശമാണ്. ഇതൊരു കേരള സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് ദൈവങ്ങൾ ഇവിടെ ഉണ്ട്. ഒരുപാട് അവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഭയങ്കരമായിട്ട് ഭക്തിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഞാനൊരു മുസൽമാനാണ്. എന്റെ വീഡിയോ എടുക്കുന്നത് ഒരു റസൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട എന്റെ അനിയനാണ്. അതുൽ എന്ന് പറയുന്ന ആളാണ് എന്റെ കൂടെയുള്ളത്. ഞാൻ നിങ്ങളെ മുമ്പിൽ മതം നോക്കാതെ, ജാതി നോക്കാതെ നിങ്ങളെ മുമ്പിൽ ഞാൻ കൈനീട്ടുകയാണ്. അപസ്മാരം വന്ന സമയത്ത് എന്റെ കേല ഒലിക്കുകയാണ്. മൂത്രം പുറത്തു പോകും. മരുന്ന് വാങ്ങാനും പോലും പൈസ ഇല്ല. എല്ലാരും തരുന്ന പൈസ വാങ്ങുന്നത് ഗവൺമെന്റിന്ന് കുറച്ച് മരുന്ന് കിട്ടും. അത് തികയില്ല. വീണ്ടും വാങ്ങണം. ഒന്നും പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്റെ അവസ്ഥ. ഇപ്പോൾ എപ്പോ വീഴും, എപ്പോ തലപ്പെട്ടു, എപ്പോ ചുണ്ടുപൊട്ടെന്ന് അറിയില്ല. അതുകൊണ്ട് ആർക്കും നോക്കാൻ പറ്റില്ല. അവള് കിടന്ന് വയലന്റ് ആവും, കടിക്കും. കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സാറ്. എല്ലാരും എനിക്ക് തന്നെ ഇവളെ മാത്രം നോക്കുന്ന ജോലി മാത്രമുള്ളൂ എനിക്ക്. 24 മണിക്കൂർ ഞാൻ ഇവിടെ കൂടെ തന്നെയാണ്. എല്ലാരും
വേണ്ടി മാത്രം എന്റെ ജീവിതം മാറ്റി വെച്ചത്. നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവരുടേത്. ദേവിയത് എത്രയോ പേരെ നിങ്ങൾ സഹായിക്കുന്നതല്ലേ, ഒന്ന് സഹായിക്കണം. ഇവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കി ഒന്ന് സഹായിക്കണം. ഇടനെഞ്ചു പൊട്ടിയാണ് കേട്ടോ ഈ വീഡിയോ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നത്. കാണേണ്ടവർ കണ്ടോളൂ കേട്ടോ, കേൾക്കേണ്ട ആളുകൾ കേട്ടോളൂ. അധികാരികളോടാണോ ആരോടാണ് ഈ കുടുംബത്തിന്റെ സങ്കടം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവർക്കൊരു കൊച്ചു വീട് കിട്ടണമെങ്കിൽ, ഒരു പക്ഷേ ഞാൻ പറയട്ടെ അമ്മ, ഒരു പക്ഷേ ഇവർക്ക് വീട് കിട്ടണമെങ്കിൽ വൈറലാവേണ്ടി വരും, അല്ലെങ്കിൽ ഈ അമ്മ എങ്ങാനും ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വരും. സഹായിക്കണം സാറന്മാരെ എല്ലാവരും. ഇതൊന്ന് സഹായിക്കണം. ഇവരെയും കൂടെ നിങ്ങൾ ഏറ്റെടുക്കണം.